Praise the Lord. Flying in. മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദേശത്തായിരിക്കുന്ന ഇവരെയും കർത്തൃനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുക. ദൈവരാജ്യത്തിന്റെ സുവിശേഷവുമായി ഒരവസരം കൂടി ദേശത്തിന്റെ മധ്യേ വന്ന ദൈവത്തിന്റെ രക്ഷ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ ഈ ലോകത്തുടനീളം ലഭ്യമാകുന്നു എന്നുള്ള ഒരു സുവാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം, ഈ വാസം അധിക സമയം ഇല്ല എന്നും നമുക്ക് ഈ ഭൂമിയിലുള്ള വാസം വിട്ട് ദൈവത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് കഴിയണമെന്നുള്ള ഒരു വലിയ താല്പര്യവും അതുപോലെ നിത്യസന്തോഷം എന്നും ഈ ഭൂമിയിൽ നമുക്ക് ലഭ്യമായി തീരില്ല. അത് ദൈവത്തോടുകൂടെയുള്ള ജീവിതത്തിലാണ് ആ സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവവചനം ഇപ്രകാരം പറയുന്നു: അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് അടുക്കുകയും ഈ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ ശുദ്ധീകരണം പ്രാപിച്ച് നിത്യസന്തോഷത്തിന്റെ അനുഭവം നമുക്ക് പ്രാപിപ്പാൻ കഴിയുമെന്നുള്ളത് ഈ തിരുവചന പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയരെ, മനുഷ്യരായിരിക്കുന്ന നമ്മൾ ഏവരും നമ്മുടെ ശാശ്വതമായ ജീവിതം ഈ ഭൂമിയിലല്ല, നമുക്ക് ദൈവത്തോടുകൂടെ ഒരു ജീവിതമുണ്ട്. അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയണമെന്നുള്ള ഒരു സുവാർത്തയാണ് ഈ ദൈവരാജ്യ സുവിശേഷവുമായി നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ മനുഷ്യരും ഇന്ന് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചിന്തിക്കുന്നത് തങ്ങളുടെ ഉപജീവനത്തിനു വേണ്ടി മാത്രമുള്ള ഒരു ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ന് ഭൂലോകത്ത് മുഴുവൻ ജീവിക്കുന്നത്. പ്രൈസ്. ഓരോ ദിവസവും പുലരുമ്പോൾ എന്ത് തിന്നും എന്തുടുക്കും എന്നുള്ള വിചാരത്തോടെ കൂടെ ഒരു മനുഷ്യന്റെ ശ്രദ്ധ അതിലായിരിക്കുക. കാരണം എന്തെന്നാൽ ഈ ലോക ജീവിതം ഉണ്ണാനും ഉടുപ്പാനും വേണ്ടി മാത്രമായിരിക്കുന്നു എന്ന നിലവാരത്തിനകത്ത് മനുഷ്യന്റെ ശ്രദ്ധ അതിനകത്ത് പിടിക്കപ്പെട്ടിരിക്കുക. അതിനപ്പുറത്ത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം മാനവരാശിക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയെ കുറിച്ച് തിരിച്ചറിയാതെ ഈ ലോക നന്മകളെ പ്രാപിപ്പാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് ഭൂലോകത്ത് മുഴുവൻ നടമാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിത്യരക്ഷ പ്രാപിക്കുവാൻ കഴിയുന്ന നിലവാരത്തിനകത്ത് മനുഷ്യൻ വരണമെങ്കിൽ ദൈവരാജ്യത്തിന്റെ സുവിശേഷം മനുഷ്യർ കേൾക്കേണ്ടതാണ്. ഇങ്ങനെയൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയണം. ആ രാജ്യത്തിലെ രാജാതി രാജാവിനോടുകൂടെ ജീവിക്കുവാൻ ധന്യനായ ഏകാധിപതി താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ ഈ സ്വർഗീയ പിതാവിനോടുകൂടെ വാസം ചെയ്യുവാൻ ഈ ദൈവരാജ്യ സുവിശേഷം നമ്മൾ അറിയേണ്ടതുണ്ട്. ഇന്ന് പലയിടത്തും ഈ ദൈവരാജ്യ സുവിശേഷം എല്ലായിടത്തും എത്തിച്ചേരാൻ കഴിയുന്നതാണ് നമ്മെ കുറിച്ച് ദൈവത്തിനുള്ള വലിയ സന്തോഷം. ദൈവം പ്രസാദിക്കുന്നത് എന്തെന്നാൽ തന്റെ പദ്ധതികളെ താൻ സൃഷ്ടിച്ച മാനവരാശികൾ അറിയണമെന്നുള്ളതാ ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ ഏറ്റവും വലിയ താല്പര്യം എന്തെന്നാൽ തന്റേതായ ഇഷ്ടം മനുഷ്യരിൽ പ്രാവർത്തികമാകണം. അത് പ്രാവർത്തികമായത് തന്റെ പുത്രനായ ക്രിസ്തുവിലാണ്. അതുകൊണ്ട് ആ
ആ ക്രിസ്തുവെ പോലെ ആയിത്തീരുവാൻ നമ്മെ മുൻ നിയമിച്ചിരിക്കുകയാണ് നമ്മുടെ പിതാവ്. ഇതാണ് ഒരു സുവിശേഷത്തിന്റെ വ്യക്തത. ആ മുൻ നിയമനത്തിലേക്ക് നമ്മൾ വരണം. നമ്മെ മുൻ നിയമനത്തിലേക്ക് വരാതിരിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സിസ്റ്റങ്ങൾ അതിനെ മറ്റു പലതും കൊണ്ട് അതിനെ മറയ്ക്കും. ലോകത്തിലുള്ള പല സിസ്റ്റങ്ങൾ കൊണ്ടുവന്ന ഈ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്നുള്ള തലം മറിച്ചു കളഞ്ഞ് അത് ആരാധന കൊണ്ട് അതിനെ മൂടി ജനം സത്യ നിലവാരത്തിലേക്ക് വരാൻ കഴിയാത്ത നിലവാരത്തിലേക്ക് അതിനെ അടച്ചു കളയുന്ന ഒരു പ്രതലം ഇന്ന് ഭൂലോകത്ത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയരെ, ദൈവരാജ്യ സുവിശേഷത്തിന്റെ വ്യക്തത എന്തെന്നാൽ ഈ ദൈവത്തോടുകൂടെയുള്ള വാസത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുക. അതാണ് നമ്മെ കുറിച്ച് സൃഷ്ടാവ് ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ ഭാവി ശുഭമായി തീരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് ഈ ലോക നന്മകളെ പ്രാപിക്കാൻ വേണ്ടിയല്ല നമ്മുടെ ജീവിതമായി തീരേണ്ടത്. എന്റെ പിതാവിനോടുകൂടെ വസിക്കുവാൻ, ഈ സ്വർഗസ്ഥനോടുകൂടെ ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഒരുക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമ്മൾ ശ്രദ്ധ വെച്ചുകൊണ്ട് അത് പ്രാപിപ്പാൻ തക്കവണ്ണമായി തീരണം നമ്മുടെ ജീവിതം. അതുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ദേശത്തെ അറിയിച്ച് ജനത്തെ രക്ഷിക്കുന്നതിന്റെ താല്പര്യം ഒരു ജാതിയിലോ മതത്തിലോ സംഘടനയിലോ നമ്മൾ കുടുങ്ങിപ്പോകാതെ നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവുമായുള്ള ബന്ധത്തിലേക്ക് വരണമെന്നുള്ളതാണ്. അതിലേക്ക് വന്ന ഈ ഭൂമിയിൽ ഏതു നിലവാരത്തിൽ നമ്മൾ ജീവിച്ചാലും ഒരു ദിവസം മരണം നമ്മെ പിടിച്ചു കൊണ്ടുപോകും. ആ മരണം നമ്മെ പിടിച്ചു കൊണ്ടുപോയി മരണത്തിന്റെ താഴ്വരയിൽ ഇനി നമ്മൾ ഒരിക്കലും ജീവിക്കരുത്. ആ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ തക്കവണ്ണം ദൈവപുത്രനായ ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അരികിൽ എത്തിച്ചേരാൻ കഴിയില്ല. ഇപ്പോൾ യേശു ക്രിസ്തു ഈ ഭൂലോകത്ത് വന്നത് സത്യത്തിലും നീതിയിലും നമ്മൾ നടന്ന നിത്യരക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്ന ഈ ദൈവവുമായി ഒന്നായി ചേരുവാൻ വേണ്ടിയ ദൈവരാജ്യത്തിന്റെ സുവിശേഷം നമ്മൾ അറിയുവാനിടയായി തീർന്നത്. പ്രിയരെ, അതുകൊണ്ട് സുവിശേഷത്തിനകത്ത് നമ്മൾ കേൾക്കുന്ന സുവിശേഷത്തിനകത്ത് വഴിയും അതുപോലെ ലക്ഷ്യവുമുള്ള സുവിശേഷം നമ്മൾ കേൾക്കുമ്പോൾ പ്രിയരെ, നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും ഇത് ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. ദൈവരാജ്യ സുവിശേഷത്തിന്റെ വ്യക്തത അത് വഴിയെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും വിശദീകരിച്ച് ഈ ലോക ശക്തികളിലോ ഈ ലോക മനുഷ്യനിലോ ആശ്രയിക്കാതെ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു നമ്മെ അറിയിച്ച ഉപദേശപ്രകാരം ജീവിച്ച് ആ സത്യമാർഗത്തിൽ കൂടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയണം. അതാണ് പ്രിയപ്പെട്ടവരെ ദൈവരാജ്യ സുവിശേഷവുമായി നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഈ ലോക ജീവിതം അതിവേഗത്തിൽ നിത്യനാശത്തിലേക്ക് ജനത്തെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ നിത്യരക്ഷയിലേക്ക് വരുവാൻ തക്കവണ്ണം സത്യവചനങ്ങളെ കേട്ടറിഞ്ഞ് സത്യത്തിന്റെ പാതയിൽ നമ്മൾ ജീവിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനായി നമ്മൾ തീരുവാൻ കഴിയുന്ന ഒരു തലത്തിലേക്ക് നമുക്കൊരു വളർച്ചയുണ്ട്. അത് പ്രാപിക്കണമെന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവരാജ്യ സുവിശേഷ ബന്ധത്തിൽ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സത്യത്തിലേക്ക് നമുക്ക് വരാൻ ആഗ്രഹിക്കുന്തോറും ഈ ലോകം നാശത്തിലേക്ക് നമ്മെ പുറകിലേക്ക് വലിക്കും. നമ്മൾ മുന്നോട്ട് എത്രയധികം മുന്നോട്ട് പോകാൻ ശ്രമിക്കും തോറും ഈ അന്ധകാര ശക്തികൾ നമ്മെ പുറകിലേക്ക് വലിക്കും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, ഞാൻ പിമ്പിലുള്ളതിനെ മറന്ന, പിമ്പിലുള്ളതിനെ ചിന്തിച്ചാൽ കുറേയധികം വിഷയങ്ങൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുക. അദ്ദേഹം പറയുക, ഞാൻ പിമ്പിലുള്ളതിനെ മറന്ന മുമ്പിൽ തന്നെ വിളിച്ച ദൈവ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് താൻ ആ വിരുദിനു വേണ്ടി ഓടി ആ ലക്ഷ്യം നിറവേറ്റുകയാണ്. ദൈവത്തിനു വേണ്ടിയുള്ള ജീവിതത്തിലേക്ക് ആ ലാക്കിലേക്ക്
ദൈവം വിളിച്ച പരമവിളിയുടെ ലക്ഷ്യമറിഞ്ഞ് അദ്ദേഹം ആ ലാക്കിലേക്ക് ഓടി തന്റെ ജീവിതം അവസാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ഭൂമിയിലുള്ള ജീവിതം നമ്മൾ അവസാനിപ്പിക്കേണ്ടത് ദൈവത്തിൽ എത്തിച്ചേർന്ന് അവിടെയാ ഇതിന്റെ പരിപൂർണത, ഇതിന്റെ സന്തോഷവും എല്ലാം ആയിരിക്കുന്നത് ദൈവരാജ്യത്തിനകത്താണ്. അതിലേക്ക് ഒരു മനുഷ്യൻ കടക്കണമെങ്കിൽ വലിയ വില കൊടുക്കണമെന്നും അതിനുവേണ്ടി തനിക്കുള്ളതിനെ എല്ലാം താൻ കീഴെ വെച്ച് ആ ദൈവത്തിൽ പൂർണ്ണാശ്രയം വെച്ച് ദൈവമാണ് തന്റെ ഉപനിധി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ജീവിക്കുവാനുള്ള ഒരു മനുഷ്യന്റെ വ്യഗ്രതയാണ് ആ വ്യക്തിയെ ദൈവത്തോട് അടുപ്പിക്കുന്ന ഏക സത്യം. ആ സത്യത്തെ നമ്മൾ പിന്തുടരണം. അതുകൊണ്ട് പ്രിയരെ, കർത്താവായ യേശു ക്രിസ്തു 3.5 കൊല്ലം ഈ ലോകത്ത് പ്രസംഗിച്ച സുവിശേഷ പ്രസംഗമാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ 1:15 വാക്യത്തിൽ പറയുന്നത്. ഇപ്രകാരം പറയുന്നു: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിനെന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മെ അറിയിച്ചതിന്റെ മാനദണ്ഡം എന്തെന്നാൽ നമ്മോടുകൂടെ ഈ ഉദയവനായ ദൈവം നമ്മോടുകൂടെ പാർക്കാൻ വരികയാണ്. അതിനു വേണ്ടിയുള്ള ആ സത്യത്തിലേക്ക് നമ്മൾ അടുക്കണം. അതിനു വേണ്ടിയാ ക്രിസ്തു പറയുന്നത്, ഞാൻ തന്നെയാ വഴിയും സത്യവും ജീവനും. എന്നെ അനുഗമിച്ചാൽ, എന്നെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഈ ദേശത്ത് ഒരവസരം കൂടി വന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതം ദൈവത്തിനു വേണ്ടി പൂർണ്ണ സമർപ്പണം വെച്ച് ഈ ലോക ജീവിതത്തിൽ നമുക്ക് എന്ത് നേട്ടം കൈവരിച്ചാലും അതെല്ലാം മരണത്തോടുകൂടെ തീരുമ്പോൾ നിത്യം പാർക്കേണ്ടുന്ന നിത്യഭവനം, സ്വർഗീയ ഭവനം, അത് നമ്മുടെ സിത്താവിനോടുകൂടെയാണ് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സത്യസുവിശേഷ സന്ദേശത്തിൽ നിന്ന് വിരമിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.